guys, Assalamualaikum. Welcome back to our YouTube channel. അപ്പൊ നമ്മൾ ഒരു പുതിയ വീടായിട്ട് വന്നിട്ട് നമ്മൾ നാട്ടിലെത്തിക്കുന്നു കേട്ടോ അല്ലേ? അളിയന്റെ കല്യാണത്തിന്റെ ഫ്രണ്ടിന്റെ കല്യാണം നാളെയാണ്, ശനിയാഴ്ച. അപ്പൊ നമ്മള് എവിടെയാണ്? വടകര, കോഴിക്കോട് ഭാഗത്ത് അമ്പലത്തിലല്ലേ? അല്ല, അങ്ങോട്ട് പോണം, കോഴിക്കോട് ഭാഗത്തേക്ക്. അപ്പൊ ഞങ്ങള് ബാംഗ്ലൂരിന്ന് ഇന്ന് രാവിലെ എത്തി. വെള്ളിയാഴ്ച രാവിലെ. ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ വീഡിയോ എടുക്കണേ. അപ്പോ നാളെ കല്യാണത്തിന് പോണല്ലേ? നാളെ കല്യാണത്തിന് പോണം. അപ്പൊ ജാസിക്ക് ഡ്രസ് എടുത്തിക്കണ കേട്ടോ. ഇല്ലട്ടോ, എടുക്കണ്ടോ? അപ്പൊ ഡ്രസ് എടുത്തത് ആളെയും ചീത്തറിയും പുതിയ. അപ്പൊ എനിക്ക് ഡ്രസ് എടുക്കാൻ പോകണം നമ്മള് നിലമ്പൂർക്ക് അല്ലേ? അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ച്. നാട്ടില് വരുമ്പോഴല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വീഡിയോ എടുക്കാൻ പറ്റും. ബാംഗ്ലൂരിൽ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോവാണ് അല്ലേ? ഡ്രസ് എടുക്കണം. പിന്നെ കുറെ സാധനങ്ങൾ വാങ്ങാണ്ട്. ഇങ്ങനെ ഒന്നും വാങ്ങില്ല കേട്ടോ, ഡ്രസ് മാത്രം. ലിപ്സ്റ്റിക് ഒക്കെ കഴിഞ്ഞിട്ട് ഇതെന്താ പിന്നെ വേറെ വേറെ ആക്കിയാണ് മിക്സ് ഒക്കെ ആക്കി. അപ്പൊ ഞങ്ങള് പോട്ടെ ഗായ്സ്. അപ്പൊ നമ്മള് നിലമ്പൂർക്ക് പോകാണ് ഗായ്സ്. പോകാണ്. ഇവിടെ എനിക്ക് അടിച്ചിരുന്നത് അരക്കനോ ഇത്രയും കഴിഞ്ഞു. ഇതുണ്ടോ എത്ര ഉണ്ട് ഇതില്? അപ്പൊ നമ്മള് ഇനി കാറിന് എടുക്കട്ടെ ബാക്കി. അപ്പൊ ഗൈസ് നേരം വിളിച്ചിട്ടൊന്നുമില്ല, ലേറ്റ് ഇടാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണല്ലേ. 5 മണിക്ക് കല്യാണത്തിന്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നലത്തെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല അല്ലേ ജാസി? ഇന്നലത്തെ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല, ലേറ്റ് ഇല്ലാത്തോണ്ട് ഞാൻ ജാസിനെ കാട്ടാത്ത. ജാസി ഇവിടെ ഒരു കുരുക്കും പണിയിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് ലേറ്റ് ജാസിനെ കാണുന്നില്ല. 5 സംതിങ് ആയി. അത് നീച്ച് നിസ്കരിച്ച് വല്ലയിച്ചു, ചായ അടിച്ചു, ഞങ്ങൾ പോന്നു ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ പറയട്ടോ. ഇതാണ് ജാസിന്റെ കുപ്പായം പാന്റും ഞാൻ വാങ്ങിയതാട്ടോ. പൈസ ജാസ് എടുത്തു. അപ്പൊ നമ്മളിപ്പം നമ്മളൊറ്റക്കല്ലട്ടോ കല്യാണത്തിനാണ്. അജോ നമ്മള് 4 ആൾക്കാരാണ് പോകണട്ടോ. അളിയന് പിന്നെ ഒരുങ്ങി അവിടെ നിക്കുണ്ടല്ലോ ഞങ്ങളെ കാത്ത്. നീച്ചിക്കണ തന്നെ ആവാളിയോ അല്ലേ? നേരത്തെ നീച്ചലില്ല അറിയാം. 10 നീച്ചല് പണിക്കോവാൻ. ഇന്ന് നീച്ചളിയാ മറ്റു കുളിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇന്റെ ഡ്രസ്സിന്റെ പാടെ നല്ല ഡ്രസ്സല്ലേ? ഞങ്ങൾക്ക് ശരിക്കും കാണിച്ചിട്ട് നമ്മള് ഫോട്ടോസ് ഒക്കെ കൊടുക്കൂട്ടോ വിചാരിച്ചിട്ട്. പക്ഷെ ചുറക്കം വേണ്ടിട്ട് നമുക്ക് ഉറക്കം വിട്ടിട്ട് നമുക്കൊരു കളിയില്ല ഗൈസ്. ഉറങ്ങണം. ജാസി ഇറങ്ങിയിട്ട് ജാസി നല്ലോണം ഉറങ്ങിക്കണം. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങിയിട്ടില്ല. നാട്ടിക്ക് വന്നപ്പോ ഞാൻ നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ട്. കാട്ടുപോത്ത് വരെ വില കോർന്നിട്ട് ചേർന്നിട്ടില്ല നമ്മളെ മുന്നിൽ കൂടെ. കാട്ടുപോത്തിന് വില കുറിയാണ് വില കുറിയല്ലേ? നമ്മള് അജ്മല മൂസെത്തിക്കണ നിങ്ങളെ കണ്ടിട്ടൊന്നുമില്ല. ആരപ്പ നിങ്ങളെടുത്തേ? പോവാറുള്ളത് കാണിക്കാം അമ്മൂസിനൊക്കെ. നമ്മള് രാവിലെ അജ്മല അമ്മൂസ് ഇന്നലെ പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നു അല്ലേ? അപ്പൊ ഗായ്സ് നമ്മളിപ്പം വെള്ളത്തിന്റെ അപ്പുറത്തെത്തി. ഇപ്പൊ ചിണ്ടപ്പാട് എവിടെ? കുറ്റിപ്പുറം പാലെത്തി. ചായക്കടിയിലല്ലോ എവിടെ റെസ്റ്റോറന്റ് ഇല്ല.
വേണ്ട ജാസി എവിടെ നിർത്തണ്ട വേറെ ഇതിലാറ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കിട്ടും. ഈ പാല ഏത് നാട്ടിൽ ഞങ്ങൾ കമന്റ് ബിലോ. നമ്മളെത്താനായിട്ടോ, നമ്മളെതിൽ എയിലാണ് അറിയോ, ഗൈസ്. അപ്പൊ നമ്മളിവിടെ ട്രാഫിക്കിൽ വെട്ടക്കാണ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വന്നതിന്, നല്ല മഴയാണ്, പിന്നെ ഇങ്ങനെ താലി കെട്ടുമെന്ന് അറിയില്ല. കല്യാണച്ചക്കനാണല്ലോ, കോലം കണ്ടില്ലേ, മണ്ടണ്ട അളി അങ്ങോട്ട് പോയി, അളിയ അങ്ങോട്ടൊക്കെ അളിയാ. ഗൈസ് അപ്പൊ നമ്മള് അളിയന്റെ വീട്ടിലെത്തിട്ടോ. അളിയൻ പൊറാട്ടയും ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്, പോയി തിന്നാ. കടലക്കറിയാണ്. പെര സെറ്റായി, റോഡ് നമ്മള് പഞ്ചായത്ത് കയറ്റി കൊടുത്തിക്കണ്. രണ്ടാള് വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതാണ് വസീമ് അല്ലെ? വസീമ് ഇത് അടുത്ത കപ്പിൾസ്, അടുത്ത പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കപ്പിൾസ് ആണിത്. അളിയന്റെ വീട്ടിലെത്തിയപ്പോ നമുക്ക് പുട്ടും തേങ്ങ അരച്ച മീൻ കറി തന്നിട്ടുണ്ട്. പൊറാട്ട ഉണ്ട്, പൊറാട്ട മീൻ കറി അമ്മൂസിന് നാണാകുന്നുണ്ട്. അളിയന്റെ അമ്മ വരുന്നത് അമ്മനെ അമ്മയെല്ലാം കാണലുണ്ട്. ആ യൂട്യൂബിൽ കാണുമോ ഇവരൊക്കെ? അമ്മ ചേച്ചി വരെ വേണ്ടത് കഴിക്ക്. ചേച്ചി നമുക്ക് നിനക്കല്ലോ പറയാം, നമ്മൾ സബ്സ്ക്രൈബർ സെലിബ്രിറ്റി ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു കോള. ഓള് നല്ല സാരിയിലെടുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഓല് വരുമോ, തലേന്ന് വരുമോ ചോദിക്കുന്നുണ്ട്. കിട്ടിയില്ല, എന്നിട്ട് ഇതാ കിട്ടിയേ. ഇതോ നിലമ്പൂര് എപ്പോഴും എത്തിട്ടോ വേഗം ഒരുങ്ങാണ്ട് ഇതൊക്കെ ഞാനാണ് വില്ലപ്പോ. മറ്റേ മ്യൂസിക് കൊണ്ടോ ഇത് മാത്രം
നമ്മള് അമ്പലത്തിലെത്തിട്ടോ. ഇതാണ് അപ്പോ ലോകനാഥ് കാവ് ടെമ്പിളിലെ ഗൈസ്. അപ്പം നമ്മള് അളിയനെ അവിടെ ഫോട്ടോഷൂട്ട് എടുത്താണ് അല്ലേ. നമ്മളിതിലെങ്ങനെ സംസാരിക്ക്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. താലിയെല്ലാം കെട്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എന്താ ഇനി നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്റ്റേജിൽ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എന്താണ് വിശക്കുന്നുണ്ടോ? എത്ര പേർക്ക്? 100 പേര്. ഓക്കെ, വേഗം 100 94 ഞാൻ ഇത് അരുണിന്റെ ഇതാരാ? നിന്റെ പേരെന്താ? തൻവിക്ക്. അരുണ് നിന്റെ ആരാ? അരുണ് നിന്റെ ആരാ? മാമന്റെ കല്യാണത്തിന് വന്നാ. മാമന്റെ കല്യാണത്തിനാ? മത്തനാണ്, അവിയലാണ് ഗൈസ്. അജ്മലിന് ഉപ്പിട്ടപ്പോ ഞാൻ പറഞ്ഞു എന്താ പറയുക, അവന് പ്രഷർ ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പൊ പറയണേ അനക്ക് ഷുഗറാണ് പറയണ. എന്റെ പായസം ഞാൻ കുടിച്ചു. ബാംഗ്ലൂർ എനിക്ക് പകുതി മതി ചേച്ചി, കുറച്ച് മതി മതി മതി. ഇങ്ങോട്ട് എനിക്ക് കുറച്ച് മതി. അല്ലെങ്കിലും മുട്ട പൊരിച്ചത് ഈ പൊരിച്ചുള്ള തിന്നാൻ വയ്ക്കില്ല. ഇനി തിന്നണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ അരുണിന്റെ ചേച്ചി. ഒരേ ഫുഡ് അടിയാണ്. ചോറിന്റെ റിവ്യൂ പറഞ്ഞു. ചോറ് എങ്ങനെ ഉണ്ട്? സൂപ്പറായിട്ടുണ്ടാ? എന്ത് എന്താ ഇറച്ചി കഷ്ണം കിട്ടില്ലല്ലോ? ആകെ ക്ഷീണിച്ചിട്ടോ. എന്താ കല്യാണം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി സദ്യ അല്ലേ. കുറേ കാലങ്ങൾ ഞങ്ങൾക്ക് സദ്യ കഴിക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളിനി പോവാൻ നിൽക്കാന്ന്. ഇനി നാളെ ഫുള്ള് അമ്പലാട്ടോ. പക്ഷെ ഇവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് കാണിച്ചരാ. ഇപ്പൊ കോളേജ് പരിപാടിയൊക്കെ കണ്ടോട്ടെ. കോളേജ് പരിപാടി നല്ല രസമല്ലേ കാണാന്? ഇഷ്ടായി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ. ഗൈസ് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണല്ലോ അല്ലേ? ഗസ്റ്റ് ഹൗസ് ആണ്. അടിപൊളി. കളരി മർമ്മ ചികിത്സാലയം. മർമ്മ ചികിത്സ കളരി മാത്രം പഠിപ്പിക്കുന്ന സ്ഥലം. വെട്ടുകുത്തൊക്കെ. ഇത് അവർക്കുള്ള പുതിയ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടാക്കിയതാണ് അല്ലേ? ഗസ്റ്റിലൊക്കെ വരാം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഇവിടെ കല്യാണം വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് താമസിക്കാൻ റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 5 സ്റ്റാർ ഹോട്ടൽ. അപ്പോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂല്ലേ? ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ് അല്ലേ? 6 മണിക്ക് 5:30 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും തിരിച്ച് അങ്ങോട്ട് എത്ര മണിക്കൂറുണ്ട്?
3-3.5 മണിക്കൂർ ഇഞ്ഞുകൊണ്ട് ഓടാൻ നമ്മളെ അളിയന്റെ വീട്ടിൽ പോയി പെണ്ണിനെ വീട്ടിലൊക്കെ കേട്ടു. വീട്ടിലൊക്കെ ആയിട്ട് ചടങ്ങുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ നമ്മള് അതിൻ്റെ പോകുന്നല്ലേ. എല്ലാരും ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ നിൽക്കുക. പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ ലൈക്ക് കമന്റും ചെയ്യാ.